وعلى آل سيدنا مولانا محمد. ഞങ്ങളുടെ സഹോദരങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദങ്ങൾ സമർപ്പിക്കുകയാണ്. കേരളീയ ഇസ്ലാമിക സമാജത്തിന്റെ സമാധാനീയ പണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പ്രയാണ പാതയിൽ 9 സുവർണ പതിറ്റാണ്ടുകൾ പിന്നിട്ട് നവതിയുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ അറബിക്കടലിന്റെ തീരത്ത് ഒരു മനുഷ്യ മഹാസാഗരം ഈ വരുന്ന ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ നടക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു പ്രമേയം കാലിക ലോകത്തിനോട് സമ്മാനിച്ചുകൊണ്ടാണ് സമ്മോഹനമായ സമ്മേളനത്തിന് അരങ്ങൊരുങ്ങുന്നത്. വിശുദ്ധിയുടെ 90 പരിശുദ്ധ ദീനുൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നടന്നു എന്നതിന് ചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട്. ഇന്ത്യയും അറബ് ലോകവും തമ്മിൽ ചിരപുരാതനമായ പ്രാർത്ഥന കാലഘട്ടത്തിൽ തന്നെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളായ ഇഞ്ചിയും ഏലവും കുരുമുളകും ഒക്കെ കൊണ്ടുപോകാൻ അറേബ്യൻ വായക്കപ്പലുകൾ ചെങ്കടലിന്റെ ഓരങ്ങൾ വരട്ടി അറബിക്കടലിന്റെ ഓളങ്ങൾ ഒഴിച്ചു കടന്നു മലബാറിലെ തുറമുഖങ്ങളിൽ മുൻകൂരമിട്ടിട്ടുണ്ട്. അറേബ്യൻ വിഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടുത്തെ വിഭവങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വിനിമയം കച്ചവട മാതൃക അറബ് ലോകവും തമ്മിലുണ്ടായിരുന്നു. പരിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരിമാർ നൽകിയ ഒരു വിഭവം തന്റെ അനുചരന്മാർ ഓഹരി നോക്കുമ്പോൾ ഇത് ഇന്ത്യയിലെ വിഭവമാണ്, ഏറെ രുചികരമാണ് എന്ന് ഇന്ത്യയിലെ വിഭവത്തെക്കുറിച്ച് സന്തോഷപൂർവ്വം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ കമലത്തെ വർണ്ണിച്ചപ്പോൾ അറേബ്യൻ കവിതയിൽ അവിടുത്തെ അനുചരൻ അവിടുത്തെ മുഖത്തിന്റെ മനോഹരിത വിവരിക്കാൻ ഉപയോഗിച്ച ഒരു പദം പുണ്യനബിയെ അങ്ങയുടെ മുഖം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളിന്റെ തിളക്കം പോലെയുണ്ട് എന്നായിരുന്നു. സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു ഒരിടത്ത് പറയുകയുണ്ടായി, ഇന്ത്യയുടെ കാറ്റിന് സുഗന്ധമാണ്, ഇന്ത്യയിലെ മരങ്ങൾക്ക് സുഗന്ധമാണ്, ഇന്ത്യയിലെ കാറ്റിന് ചന്ദന സുഗന്ധമാണ് അലി റളിയല്ലാഹു എന്ന് പറയുന്നു. എന്ന് പറയുന്ന അറേബ്യൻ സുഗന്ധദ്രവ്യം ഇന്ത്യയുടെ സമ്മാനമാണ്. അസാമി കാടുകളിലാണ് ഞാൻ പറയാൻ സാധിക്കുന്നത് ഇന്ത്യ മഹാരാഷ്ട്രവും അറബ് ലോകവും ചിരപുരാതനമായ ഒരു സാംസ്കാരികമായ ബന്ധം ഇസ്ലാമിക ആഗമനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും മലയാള അറബി പദങ്ങൾ അവശേഷിക്കുന്നത് കാണാൻ പറ്റും. വക്കീൽ എന്ന് പറയുന്നത് മലയാളമല്ല, അഭിഭാഷകനാണോ എന്നാണല്ലോ മലയാളത്തിൽ പറയുക. അഡ്വക്കേറ്റ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്. വക്കീൽ ഏതാണ് ഭാഷ? അത് അറബിയ. നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലകളിലൊക്കെ സാധാരണമായി എല്ലാ മതക്കാരും ഉപയോഗിക്കുന്ന സാവു എന്ന് പറയുന്നത് അറബിയ. ഒട്ടേറെ പദങ്ങൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് സംക്രമം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കല്ലായി പറയുന്ന അറബി പദത്തിൽ നിന്ന് നിഷ്പന്നമായത് അത് ലോപിച്ചാണ് കല്ലായി മാറി.
കോഴിക്കോട്ടെ സാന്നിധ്യമായ നഗരമാണ്. ഇന്നും കുറ്റിച്ചിറാജിന്റെ സമീപത്ത് മുഗദാർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. മുഗീറ എന്നാണ് അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ. ഇങ്ങനെയായിരുന്നു. മലബാറികൾ മുഗീറയുടെ വീട് ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. മുസ്ലിം സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുഗീറയുടെ വീട് ഈ പദം പറഞ്ഞു യോജിച്ചാണ് മുഗദാറായി മാറിയത്. ആരാണ് ഈ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആദരണീയനായ വ്യക്തിത്വമാണ്. ഉന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഖബർ ശരീഫിൽ അവിടെ നിന്ന് ഞാൻ എന്റെ മോതിരമൂരി ആ ഖബറിലേക്ക്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എന്റെ മോതിരം ഖബറിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്കത് എടുക്കണം, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ പുണ്യനബിയുടെ ഖബർ ശരീഫിലേക്ക് ഇറങ്ങാൻ അനുവാദം ലഭിച്ചു. മുസ്തഫായ തിരുശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ജനാസയുടെ ഞാൻ എന്റെ ശരീരവുമായി ബന്ധപ്പെടുത്തി അടുപ്പിച്ചു എന്ന് പറയാൻ പ്രണയത്തിനെ ജീവിതം സമർപ്പിച്ച പുണ്യനബിയുടെ വഫാത്തിന്റെ വേളയിൽ രംഗസാക്ഷിയായ ആ മുഗീറ പോയി ഇന്ത്യയിലെ മലയാളികളുടെ കോഴിക്കോട് വന്ന് താമസിച്ചു എന്ന് പറയുമ്പോൾ എത്രമേൽ മനോഹരമാണ് ഭാവിയുമായി ഉന്നനബിയുടെ സ്ഥാപിത പോലുമുള്ള ബന്ധം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ സമീപമുള്ള പാറപ്പള്ളി ഇമാമുകളുടെ ഖബർസ്ഥാനിൽ അറബിക്കടലിൽ അലമാലകളോട് കിടക്കുന്ന ആ കുന്നിൻമുകളിൽ ഒരു മസാറുണ്ട്. മഹാനായ ആരാണ് ഇസ്ലാമിലെ പ്രധാനമായ ബദറിന്റെ ശൗര്യപൂർണ്ണ പടക്കളത്തിൽ അധർമ്മത്തിനെതിരെ പടപൊരുതിയ നന്മയുടെ വാഹനമായവനാണ് ഇന്നും മുസ്ലിം സമൂഹം ആദരവോടെ പാരായണ ബദർ ശഹറാമതയുള്ള അതിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അന്തിയുറങ്ങുന്നത് കോഴിക്കോട്. എന്റെ ജില്ലയായ ഇസ്ലാമിക ആക്രമണം സംഭവിക്കുമ്പോൾ അറബിക്കടലിന്റെ അലമാലകളെ തള്ളുകയൊഴുകി കിടന്നു വന്ന തൗഹീദിന്റെ ദൗത്യയെ ഈ മണ്ണ് സ്വീകരിച്ചു. ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ സാമൂതിരി രാജാക്കന്മാരുടെ സാമ്രാജ്യത്വത്തിന്റെ ഭരണ സംവിധാനം അഡ്മിനിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ തീരദേശങ്ങളിൽ 6 ആദിവാസികൾ ഉൾപ്പെടുകയുണ്ടായി. മൊറോക്കക്കാരനായ ലോക സഹോദരിയായി ഇബ്നു ബത്തൂത്ത തന്റെ റിഹ്ലയിൽ സഞ്ചാരത്തിൽ മലബാർ ചരിത്രമെഴുതുമ്പോൾ കേരളീയ ചരിത്രമെഴുതുമ്പോൾ ഇസ്ലാമിക ശാസ്ത്രങ്ങളുടെ കടന്നു വന്നപ്പോൾ 2 കൈയും നൽകി സ്വീകരിച്ച ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്നേഹഭക്ഷണമായ ഇടപെടലുകളെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പള്ളി നിർമ്മിക്കാൻ ചുടുകട്ടകൾ ചുമന്നത്, മൺകട്ടകൾ ചുമന്നത്, ഓലത്തലമുറയായി ഉണ്ടാവുന്നത് രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്. ഞാൻ എന്തിനാണ് ദീർഘിച്ച് ചരിത്രത്തിന്റെ പുറകിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്? സമസ്ത കേരള ഇസ്ലാമിന്റെ നേരായ മാർഗത്തെയാണ് കേരളത്തിൽ പ്രസരണം ചെയ്തത് എന്ന് ചരിത്രപരമായി പറയാൻ കഴിയും. അതുകൊണ്ടാണ് സമസ്തയെന്നും സ്നേഹം ചേർത്ത് കഴിഞ്ഞ ദിവസമാണ്
നിങ്ങളുടെ മലയുടെ മലയിലെ മോങ്ങത്തും വൈലത്തൂരിലും കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ സായാഹ്നത്തിൽ അലമാലകൾ ഒഴുകിയെത്തിയ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, സ്നേഹ സൗഹൃദങ്ങളുടെ ചാലിക SKSSകാരന്, SYSകാരന്, സമസ്തക്കാരൻ കാരണം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം അത് തീവ്രവാദികളുടെ ഇസ്ലാമില്ല. റോഡിലൂടെ പോകുമ്പോഴേക്കും ഞെട്ടി വിറക്കുന്ന ഇസ്ലാമിനെയല്ല. ഹുക്കൂമത്തെ ഇലാഹി വേണമെന്ന് വാദിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിനെയല്ല. ICCനെ ഭൗതികമായി പിന്തുണക്കാൻ ശ്രമിച്ച, ദൈക്ഷണികമായി കളിക്കാൻ ശ്രമിച്ച നദ്വത്തുൽ മുജാഹിദിന്റെ ഇസ്ലാമിനെയല്ല. മാലിക് ഇബ്നു ദീനാർ ഇന്ത്യയിൽ കാണിച്ച ഇസ്ലാമിനെയാണെന്ന് പറയാനാണ് ഈ രാജ്യത്തിന്റെ പ്രാപ്തമായ ചരിത്ര സ്ഥലികളിലേക്ക് ഞാൻ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നു. ഈ മണ്ണ് മാലിക് ഇബ്നു ദീനാർ സ്വീകരിക്കുകയുണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാർത്ഥവാഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ചൈനയിലെ മസ്ജൂർ പട്ടണത്തിലാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. യൂറോപ്പിലെ ഒരു നഗരത്തിലാണ് റളിയല്ലാഹു അൻഹു വിശ്രമം കൊള്ളുന്നത്. ആഫ്രിക്കൻ രാജ്യത്തിലാണ് എന്ന് പറയുന്ന സഹാബി വിശ്രമം കൊള്ളുന്നത്. ഇന്തോനേഷ്യയിലെ കല്ലിലാണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി വിശ്രമം കൊള്ളുന്നത്. ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അല്ലാഹുവിന്റെ യഥാർത്ഥമായ മാർഗ്ഗം സഹാബത്ത് ആചരണം ചെയ്തു. അങ്ങനെയാണ് അയാളക്കരയിലും ഇസ്ലാം കടന്നു വരുന്നത്. മാലിക് ഇബ്നു ദീനാർ എന്താണോ പഠിച്ചത്, എന്താണോ പഠിപ്പിച്ചത്, ആ യഥാർത്ഥ ഇസ്ലാമിനെയാണ് കേരളത്തിൽ പ്രസംഗം ചെയ്തത്. എന്റെ തൃശ്ശൂരിലെ ചേരമാറ്റമാണ് അവരാദ്യമായി വന്നപ്പോൾ അറബിയിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അവിടെ അവരുടെ കൂടെ സഹോദരിമാരോ ഭാര്യമാരോ പള്ളിയിൽ പോയിട്ടില്ല. ചില സഹോദരങ്ങളെ ചോദിക്കും, അറബി അറിയാത്തവർ, മലയാളം അറിയാത്തവർ അറബിയിൽ യഥാർത്ഥത്തിൽ ഞാൻ ആമുഖമായി വെറുതെ പറഞ്ഞതല്ല. പ്രാത്മകമായ കാലഘട്ടത്തിൽ തന്നെ ഇന്തോ അറബോ അറബിലൂടെ സാംസ്കാരിക വിനിമയം കൊള്ളക്കൊടുക്കലുകൾ നടക്കുമ്പോൾ അവരുടെ ആശയവിനിമയത്തിന് വേണ്ടി ഭാഷാന്തരം ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് കച്ചവടം നടത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വിഭവങ്ങൾ കൈമാറ്റം നടത്തുക. മാലിക് ഇബ്നു ദീനാറിന്റെ സംഘത്തിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ മുസ്ലിം കൊടുങ്ങല്ലൂരിൽ അപ്പു എന്ന് പറയുന്ന സഹോദരൻ, അയാളെങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ടിട്ട് നാളികേരം അത് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇത് നിങ്ങളുടേതാണോ, അനുവദനീയമാണോ, മറ്റൊരാളുടേതാണോ? മലയാളക്കാർക്ക് അങ്ങനെ ഒരു ചോദ്യം അപരിചിതമായിരുന്നു. ആ ചോദ്യത്തിന്റെ വിശുദ്ധിയിൽ അദ്ദേഹം ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ചു എന്നാണ്. എങ്ങനെ ഇത് ഉൾക്കൊള്ളാനാണ്? അറബിയിൽ പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ ഹൈദരോ സഹോദരനായ അപ്പോഴും അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? അതാണ് ഈ വിനിമയങ്ങൾക്കിടയിൽ അവരുടെ ഇടയിൽ വെള്ളിക്കുന്ന ഒരാള് ഭാഷ കഴിവുള്ള ആളുകളുണ്ട്, അല്ലാതെ സാധിക്കില്ല. രണ്ട് കാര്യം. ഒന്ന്, വിശുദ്ധി കണ്ട അദ്ദേഹം മുസ്ലിമായി ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം അദ്ദേഹമാണ്. കേരളത്തിൽ മുസൽമാന്മാർ ആശാൻ കുമാരൻ തന്റെ ദുരവസ്ഥയിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അറബി മലയാളം ആശയവിനിമയത്തിന് കഴിവുണ്ടായിട്ടും അറബിയിലാണ് ഓതിയത്.
അവരുടെ സഹോദരന്മാരോ ഭാര്യമാരോ ഉണ്ടായിട്ടും അവരെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ മാലിക് കേരളത്തെ കാണിച്ചത് ഇസ്ലാമിന്റെ പ്രൂഫിനെയാണ്, ഇതിന്റെ യഥാർത്ഥ അർത്ഥത്തെയാണ്. രണ്ടാമത്തെ ഒരു കാലഘട്ടം മഹാനായ ദൈവങ്ങളുടെ കാലഘട്ടമായിരുന്നു. നമ്മുടെ മുന്നിൽ സമയം ഒരു പ്രശ്നമാണ്. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ട പറഞ്ഞു പോവുകയാണ്. അവരുടെ പൂർവഗാമി തമിഴ്നാട്ടിലെ മക്ബറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. ഈ മക്തൂമികളുടെ പരമ്പര കടന്നുവരുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശാവലിയിലാണ്. തമിഴ്നാട്ടിലെ കൊറോമണ്ഡൽ തീരത്തെ കായൽ പട്ടണത്തിൽ നിന്നാണ് മഖ്ദൂമികൾ കടന്നു വരുന്നത്. എന്താണ് അതിവിടെ തർക്കത്തിന് വിധേയമാക്കാൻ കാരണം? സൈനുദ്ദീൻ മഖ്ദൂം നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞ് പുതിയ പുരോഗമനവാദികളായ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ തങ്ങളുടെ നേതാവായി രാഷ്ട്രീയ പാർട്ടികളെടുത്തു വെക്കുന്നതുപോലെ മുസ്ലിം മതസംഘടനകൾ അവരുടെ നഗറിന്റെ പേര് സൈനുദ്ദീൻ മഖ്ദൂം നഗർ എന്നാക്കി. നഗർ വെക്കുന്നതിനൊക്കെ എതിർത്ത ആളുകളാണ്. അവരുടെ സിമ്പോസിയങ്ങളുടെയും സെമിനാറുകളുടെയും മഖ്ദൂമിന്റെ പോരാട്ടം അവിടെയാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അലി എന്ന് പറയുന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒന്നാം അദ്ദേഹം പൊന്നാനിയിൽ കൊള്ളുന്നുണ്ട്. സഹോദരങ്ങളെ 10 കൊല്ലക്കാലം കോഴിക്കോട് പോയി പഠിച്ചു. പിന്നെ തന്റെ 7ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടേക്ക് പഠിക്കാൻ പോയി. പിന്നെ 10 കൊല്ലം മക്കയിൽ പഠിച്ചു. മഹാനായ ശാഫഈ മദ്ഹബിലെ അഗ്രേസരനായ ഇബ്നു ഹജർ ഹൈതമിയിൽ നിന്ന് മതവിദ്യ നേടിയാണ്. ഈജിപ്തിൽ പോയി സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു മതം പഠിച്ചയാളാണ്. ഈ സയ്യിദ് മഖ്ദൂമാണ് تكبرت عن البساطة غير معاذ لك أسأله يا سيدي خير النبي جميل بشر وغنمنا خيري متنبي بكلي أولادي ജമാഅത്തുകാരന്റെ ഭാഷയിൽ നദ്വത്തുൽ മുജാഹിദുകാരന്റെ ഭാഷയിൽ കൊടിയ ശിർക്കിന്റെ വചനം എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സൈനുദ്ദീൻ സുന്നിയാണോ ഇസ്ലാമിയാണോ മുജാഹിദാണോ? ഞാൻ ബുദ്ധിപരമായി ഒന്നുകിൽ അദ്ദേഹം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ ആളല്ല എന്ന് ഉറപ്പായി. ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. 2 വിഷയം. രണ്ടാം കോഴിക്കോട്ടെ വടകരക്കടുത്തുള്ള മാഹിക്കടുത്തുള്ള കുഞ്ഞുപള്ളി പരിശ്രമം കൊള്ളുന്നുണ്ട്. സഹോദരന്മാരെ, ഈ മഖ്ദൂമിങ്ങളുടെ ഒരു വൈജ്ഞാനിക കാലഘട്ടമായിരുന്നു മലയാളക്കര അനുഭവിച്ചു. എഡ്യൂക്കേഷൻ റവല്യൂഷൻ മലബാർ ജമാഅ എന്നറിയപ്പെടാൻ മാത്രം ഇന്തോനേഷ്യയിലെ കച്ചിൽ നിന്ന്, സുമാത്രയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് ഒക്കെ യാത്രായാനായി കയറി മലബാർ തീരങ്ങളിൽ ജ്ഞാനം തേടി ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശുദ്ധമായ വിശുദ്ധമായ കലർപ്പില്ലാത്ത ഇസ്ലാമവും അത് മലബാറിലെ സമീപത്തുണ്ടെന്ന് ലോകം അതുകൊണ്ടാണ് മഖ്ദൂമികൾ വൈജ്ഞാനിക രംഗത്ത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ
അവരിടപെട്ട് മതപണ്ഡിതന്മാരായിരിക്കുമ്പോൾ പൊന്നാനിയുടെ വെള്ളക്കെട്ടിന്റെ അപ്പുറത്തിരുന്ന് മതവിശ്വാസോടുമ്പോൾ തന്നെ ആത്മീയമായ സഭയിലൂടെ എന്ന് പറയുന്ന ഈജിപ്തിൽ മഹാപണ്ഡിതനിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ വിമോചന പോരാട്ടത്തിന് വേണ്ടി ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെ സഹന സമരത്തിന്റെ പോർച്ചുഗീസുകാർക്കെതിരെ സഹന സമരത്തിന്റെ വീരേതിഹാസമായി എന്ന കേന്ദ്രം ലഭിച്ച് മലബാറിലേക്ക് എന്ന് മാത്രമല്ല ഓരോ ഗ്രാമത്തിലെയും ഹൈന്ദവ സഹോദരങ്ങളുടെ വീടുകളിൽ ഹിന്ദു മുസൽമാൻ ഒന്നിച്ച് നിൽക്കണമെന്ന് ഇത് സമസ്തക്ക് മാത്രം അവകാശപ്പെടാൻ അതുകൊണ്ടാണ് മനുഷ്യജാലിക നടത്തുന്നതും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിക്കുന്നതും സകല വിധ്വംസക ശക്തികൾക്കെതിരെ നിതാന്ത ജാഗ്രതയോടെ ഇടപെടുന്നതും ഇസ്ലാമിക സമൂഹം കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ സമസ്ത ഇടപെടാൻ കാരണം അത് സങ്കല്പമല്ല. അത് ഞങ്ങളുടെ പൂർവ്വസൂര്യകളായ അങ്ങനെയെങ്കിൽ ചേർക്ക് ചോദിക്കാൻ കഴിയും, ഞങ്ങളും അങ്ങനെ തന്നെയല്ല. അല്ല എന്ന് പറയുന്ന പശ്ചിമേഷ്യയെ ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറയുന്ന എന്തുകൊണ്ട് സമസ്ത അതിന് ആദ്യമേ തള്ളി പറഞ്ഞു? മുജാഹിദുകാരൻ തള്ളി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഔദ്യോഗിക വിഭാഗമോ പിന്നെ ഏതാ ഈ 8 എന്നുള്ളതുകാരന്റെ ഏതൊക്കെയാണോ ഇല്ല കൺഫ്യൂഷൻ. വിചിന്തനവും സഭാവും അത് ആരുടേതാണ്? മടവൂരാണ്. അതിൽ ഇതിന്റെ ആദ്യ ഐശ്വര്യമായ നിഷേധിക്കാൻ കഴിയില്ല. അന്നും സമസ്ത ഈ വിധ്വംസക ശക്തികൾക്കെതിരെ പ്രതികരിച്ചു സത്യധാരയിലൂടെ. കാരണം ഇസ്ലാമിന്റെ പ്രൂഫിനെ സമസ്തയാണ് പ്രചാരണം ചെയ്യുന്നത്. ഇത് സന്നിഗ്ധമായതുകൊണ്ടല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞത് ഹുക്കൂമത്തെ ഇലാഹി വേണം എന്നാണ്. ഇപ്പോൾ അവർ സെക്യുലറിസ്റ്റുകളായി മാറിയത് വലിയൊരു വിരോധമാണ്. ഇന്ന് മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞാലാണ് പൊതുസമൂഹത്തോട് സമ്മതിപ്പിക്കുന്നത്. മീഡിയ വഴിയോടെയാണെങ്കിൽ ശരി, മാധ്യമത്തിലൂടെയാണെങ്കിൽ ശരി, ഇസ്ലാമിക സമൂഹത്തിന്റെ ചെറുചലനങ്ങളെ പോലും കണ്ണടയിലൂടെ നോക്കിക്കൊണ്ട് ഞങ്ങളാണ് നടപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ട്, വോട്ട് ചെയ്യാൻ പാടില്ല, ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യാൻ പാടില്ല, അത് സ്ഥാപനമാണെന്ന് പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളെ അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്ന രാജ്യം ആർക്കും പാർട്ടി ഏത് ഈർക്കിൽ പാർട്ടിയുടെ പാർട്ടി വോട്ട് ചെയ്യാൻ ആളുണ്ടാവും. അതെന്റെ വിഷയമില്ല. പക്ഷേ നീ പറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് മാറി അവിടെയാണ് അന്നും സമസ്ത വോട്ട് ചെയ്തിട്ടുണ്ട്. അന്നും ശംസുലമ അതേ തരത്തിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. ഇടപെടേണ്ടി വരുമ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ നേതാവായ സാമൂഹിക വിഷയങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ മനോഹരമായ അനുഭാവനമായിരുന്നു. പൊന്നാനി ഗ്രാമസംഘത്തിൽ നിന്ന് ചിരന്തരജനം നടത്തിയ ആത്മീയ മാർഗത്തിലൂടെ ഹൃദയത്തിൽ ചേർന്നുമായി മഹാനായ മനുഷ്യൻ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യ രാജ്യ വിമോചന പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഞങ്ങളുടെ പാരമ്പര്യമാണ്.
ഏറെ പറയാനുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമസ്തയിലേക്ക് മഹദൂമിങ്ങളുടെ ഒരു വലിയ ആത്മീയ പാരമ്പര്യം കേരളീയ സമൂഹത്തിലുണ്ടായി. 3 കാര്യങ്ങൾ മഞ്ചേരിയിലെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് മൗലികമായിട്ടില്ല. ഒരു നാൽക്കവലയിൽ ഞാൻ ചില പരിപാലിക്കുന്നുണ്ട്. മറ്റു പലരും അത് പാലിക്കാറില്ലെങ്കിലും എന്റെ മാന്യത, എന്റെ പ്രസ്ഥാനത്തിന്റെ മാന്യത കൊണ്ട് ഞാൻ ചില പരിധികൾ പാലിക്കുന്നുണ്ട്. മറ്റു പലരും സൗഖ്യം പറഞ്ഞ് ഉമ്മത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ ലേഖനം എഴുതുകയും നാൽക്കവലയിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ നെതുവത്തിൽ മുജാഹിദുകാരാ നിന്റെ അമാന്യതയിലെ കളപ്പിടിക്കാൻ തൽക്കാലം ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഇസ്ലാമിക ഏതാണ് ശരിയെന്ന് ഏതാണ് ഹെദാത്ത്. എന്നാൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. 3 കാര്യങ്ങൾ. ഒന്ന് ഇസ്ലാമിന്റെ നേരായ വിശുദ്ധ മാർഗത്തെയാണ് സമസ്ത കേരളത്തിൽ പ്രചരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ അംഗീകരിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മങ്കൂസ് മൗലൂദല്ല, വേറെയും ഗ്രന്ഥമുണ്ട്. അതുപോലെ ആത്മജ്ഞാനികൾക്ക് ഉപകാരപ്പെടുന്ന ഹൃദയാർദ്രമായ വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്നംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഇടപെടലിനെ സ്വീകരിക്കുകയും ആത്മീയമായ മാർഗത്തെ എതിർക്കുകയും ചെയ്യുന്നത് കാപട്യം. അത് കാപട്യം. അപ്പോൾ ഇസ്ലാമിനെ പ്രചരണം ചെയ്തു മാലിക് ബിൻ ദിനാർ. മൂന്നാമത്തെ ഒരു നേതൃത്വം മഹാനായ ഉമർ ഖാളി തുടങ്ങിയവരുടെ ആത്മീയമായ നേതൃത്വമായി. ഒന്നും കേരളത്തിൽ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. വിമോചന പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ രാജ്യത്തിന്റെ നന്മ ഒരു വലിയ ആശയ നേതാവായി ഇസ്ലാമിക സമൂഹത്തിന്റെ കേരളത്തിലെ അമര നായകത്വത്തിലിരിക്കുമ്പോഴും ഈ മലബാറിലെ ഒരു നായകവാട്ടിലെ ഒരു സഹോദരനെ തന്റെ അധികം മാത്രം മതകീയമായ ഒരു പാരമ്പര്യം നിങ്ങളുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഉമർ ഖാളിയെ എന്റെ ചാവക്കാട്ടേരി ബ്രിട്ടീഷ് വെട്ടിയുടെ മുമ്പിൽ പോയി നിർത്തി കക്ഷത്തിലൊരു കറുത്ത മാറുന്ന ഒരു കാലം കൂടെ പിടിച്ച് മാതാ തപ്പോലിയ അലറിയപ്പോൾ ബ്രിട്ടീഷ് ജയിലടക്കാൻ കൽപ്പിച്ചു. അദ്ദേഹത്തെ ജയിലിൽ വെച്ച് ചാവക്കാട് വന്നേരിയുടെ പൊന്നാനിയുടെ തീരദേശ റോഡിലൂടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാണ് അറിയുമോ? വന്നേരിയ റോഡിൽ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം ബ്രിട്ടീഷ് പോലീസുകാരോട് ഉമർ ഖാളിയെ കൊണ്ടുപോകരുത്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങളെ എന്തുകൊണ്ട് ഖാളി ഉമറിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരിത അവരനുഭവിച്ചതുകൊണ്ടാണ്. മുസ്ലിം കേരളത്തിന് അഭിമാനകരമായ 3ാമത്തെ നേതൃത്വമുണ്ടായത് കാലം കഥ പറഞ്ഞ് കടന്നു പോവുകയായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ രംഗവേദി മലബാറിൽ സൗദി അറേബ്യയിൽ ചില മേഖലകൾ കേരളത്തെ ഇസ്ലാം ഇന്ത്യയിൽ ആദ്യമെത്തിയ കൃഷ്ണ ജില്ലയിൽ തന്നെയാണ്. നബി ഒരു സദസ്സിൽ എന്ന് പറഞ്ഞു ഞങ്ങളുടെ യമനിലെ ശാമികൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒന്നും വേണ്ടിയില്ല. ഇത് 3 തവണ ആവർത്തിച്ചു.
3 തവണ നാലാമത്തെ തവണ പറഞ്ഞു അവിടെയാണ് ശൈത്താന്റെ കൊമ്പുണ്ടാവുക. The capital city of Saudi Arabia, റിയാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് അബ്ദുൽ വഹാബ് ഉണ്ടായതും ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ചില ചിന്തകൾ രൂപപ്പെടുന്നു. ഈയിടെ പുറത്തുവിട്ടു ഒരു റിപ്പോർട്ട്. അവർ പുറത്തുവിട്ടതല്ല, അമേരിക്കയിലെ ചില വിവരങ്ങളൊക്കെ പുറത്തെടുക്കുമല്ലോ. അങ്ങനെയാണ് കേസൊക്കെ ബിൽ ക്ലിന്റന്റെ തലക്കുമേൽ ഒരു വാളായി വന്നു. അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിൽ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ല. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഡൽഹി ആസ്ഥാനമായി എഴുതുകയും ചെയ്യുന്ന ദൈക്ഷണിക പ്രതിഭയായ ഡോക്ടർ രാമകൃഷ്ണൻ പശ്ചിമേഷ്യയെ കുറിച്ച് ധാരാളം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ഒരു ആക്ടിവിസ്റ്റാണ് അദ്ദേഹം. അതിന്റെ ഫയൽ നേരിട്ട് പറഞ്ഞ് ഞങ്ങളൊരു സെമിനാർ പ്രസംഗം പറഞ്ഞത് അമേരിക്ക പറയുന്നത് ഞാൻ വിഷയത്തിൽ മാറില്ല. ഐസിസിനെ പ്രത്യക്ഷമായി അവരെ നമ്മൾ അംഗീകരിക്കണം. കാരണം ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ ഐസിസ് നമ്മുടെ കയ്യിൽ നല്ലൊരു വഴിയാണ് എന്ന് അമേരിക്ക പറഞ്ഞു വെക്കുന്നുണ്ട്. എത്രയെത്ര ബഗ്ദാദിയുടെ നേതൃത്വത്തിലുള്ള തകർത്തു കളഞ്ഞു. ഒരു പ്രവാചകൻ തകർത്തു കളഞ്ഞു. ഏത് ഇസ്ലാമിനെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്? സഹോദരങ്ങളെ, ഇത് തന്നെയാണ് അബ്ദുൽ വഹാബ് സൗദി അറേബ്യ തുടങ്ങി ബ്രിട്ടീഷ് ചാരനായ മതം പഠിച്ച് ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് വേഷപ്രകടനായി അറബ് ലോകത്തിൽ. എന്റെ സഹോദരങ്ങൾ അറിയണം, നമ്മെ തകർക്കാൻ, സാംസ്കാരികമായി തകർക്കാൻ, ഇസ്ലാമിക ഏത് നിറുകത്തെ പഠിക്കുന്നു. അങ്ങനെ ഹംഫറാണ് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ ഗ്രൂപ്പിനെ തകർക്കാൻ ഇബ്നു അബ്ദുൽ വഹാബിന് ബുദ്ധി പറഞ്ഞു. ആ ചിന്തകളാണ് കേരളത്തിലെ ഉണ്ടാകാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ അതുവരെ അനുഷ്ഠിച്ചു വന്ന ആദരിച്ചു വന്ന ഇസ്ലാമിലെ ആരാധനകളെ ഇസ്ലാമിനെ ഒന്നിച്ചുകൂടി അതേ മഹാനായ ഇസ്ലാമിക അനുഷ്ഠിച്ചു വന്ന അനുഷ്ഠാനങ്ങളെ തെറ്റാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. നിങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സെക്രട്ടറിയില്ല, പ്രസിഡന്റില്ല, അതുകൊണ്ട് പുതിയൊരു സംഘടന വേണ്ട. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നപ്പോ സെക്രട്ടറിയില്ല, പ്രസിഡന്റില്ല, അതുകൊണ്ടൊരു സംഘടന വേണ്ട. മഖ്ദൂമികൾ നേതൃത്വം നൽകിയപ്പോ സെക്രട്ടറിയില്ല, പ്രസിഡന്റില്ല, അതുകൊണ്ടൊരു സംഘടന വേണ്ട. നേതൃത്വം നൽകിയപ്പോ അങ്ങനെ ഒരു സംഘടനയില്ല, അതുകൊണ്ട് 40 സംഘടന തിരിച്ചു വിളിച്ചു അവരെ. ഞാൻ എന്റെ വെല്ലിപ്പാപ്പയോട് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ അന്വേഷണം നടത്തി. എന്റെ വെല്ലിപ്പാപ്പ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഇതാരെങ്കിലും ഉദാഹരണം പോലെ അല്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു മൊയ്യാര് നട്ടുച്ച കുറഞ്ഞാലും അപ്പൊ സ്വപ്നം കാണും. അതുപോലെ 40 ദിവസം കഴിഞ്ഞ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു നമുക്ക് സംഘടനയുണ്ടാകുന്നുണ്ടാകും. അപ്പോൾ കാലത്തിന്റെ അനിവാര്യമായ ഫലമായിട്ടാണ് സമസ്ത പഞ്ചായത്ത് സംഘടനകൾക്ക് വേണ്ടി ആത്മീയമായ പിന്തുണ ലഭിക്കുമ്പോഴാണ് സമസ്ത കേരള
സാത്വികന്മാരായ വിശുദ്ധന്മാരായ ഇത് സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, അനിവാര്യമായ സഫലമായ സമ്മോഹനമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള. അതിന്റെ നോക്കൂ, 90 കൊല്ലം മുമ്പേ അന്നത്തെ പണ്ഡിതന്മാർ അതിന്റെ വിഷനും രേഖപ്പെടുത്തി. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1, 2, 3, 4 4 അവർ എഴുതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് 2016. അന്ന് ഇത്രമേൽ വികസിതമായ വിജ്ഞാനങ്ങളുടെ ഒരു ലോകം പരിമിതമായ ഒരു ലോകവിവരമായ ഒരു കാലം. ഇന്ന് ടെക്നോളജി വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആവശ്യമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗം അത് വാട്സ്ആപ്പ് ചെയ്താൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മിനിറ്റുകൾക്കകം അങ്ങ് ദൂരെ സൗദി അറേബ്യയിൽ ഒരാൾ ഈ പ്രസംഗം ഡൗൺലോഡ് ചെയ്ത് കേൾക്കും. 2 മിനിറ്റിനുള്ളിൽ വിനിമയം നടത്തുന്നു. അന്ന് ഇത്രമേൽ ഒരു വിനിമയമില്ലാത്ത കാലത്ത് ഒന്ന് അഹ്ലുസുന്നയുടെ പ്രചരണമാണ് സമസ്തയുടെ മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഹ്ലുസുന്നയിൽ ഊന്നിയിട്ട് പറയുന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് കൊട്ടേഷൻ എടുത്തൊരു വിഭാഗമുണ്ട്, ഞങ്ങൾ മാത്രമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ അത് ഊന്നി പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, അതിന് മേലെ പ്രതിരോധ ഇസ്ലാമിക ലോകത്തിലെ അതിനെതിരെ വിമർശനാത്മകമായി വരുന്നവരെ ഖണ്ഡിതമായി പ്രമാണബദ്ധമായി തെളിവ് സഹിതം പ്രതിരോധിക്കുന്നതാണ് സമസ്തയുടെ രണ്ടാമത്തെ. 3 മഞ്ചേരി അങ്ങാടിയിലെ ഇത് കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ, കേരളത്തിലെ ഒരു മതപ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിലാണ് എന്താണ് രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഒപ്പം ഇസ്ലാമിക സമൂഹത്തിലെ പൊതു മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ സമസ്ത പ്രതിജ്ഞാബദ്ധമാണ്. അഹ്ലുസുന്ന എന്ന നിലനിൽക്കുമ്പോഴും അഹ്ലുസുന്നയുടെ പുറത്തുനിൽക്കുന്ന അവാന്തര വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിൽ ഒരു പൊതു പ്രശ്നമുണ്ടായാൽ സമസ്ത ഇടപെടുന്നത് 90 കൊല്ലങ്ങൾക്ക് മുമ്പ് അഹ്ലുസുന്നയുടെ അമരനായകന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ കാര്യം 80 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന ഒരു കേസ് ഇന്ത്യയിലെ പരമോന്നത കോടതിയിൽ എന്തായിരുന്നു? ഒരായത്തിനെ വിശദീകരിച്ചുകൊണ്ട് പരമോന്നത കോടതി പറഞ്ഞു മുസ്ലിം പെണ്ണിന് ജീവനാംശം കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു വിധിയും പരിശുദ്ധ ശരീരത്തിൽ സ്വന്തം വ്യാഖ്യാനിക്കുകയായിരുന്നു. ഒരു സമ്മാനം പറഞ്ഞിട്ടുള്ളൂ, മരണം ശരീരത്തിന് വിരുദ്ധമായ ഒരു പ്രയോഗമായിരുന്നു. ഇന്ത്യ രാജ്യത്തെ പണ്ഡിതന്മാർ അതിനെതിരെ പ്രതികരിച്ചു പറഞ്ഞു, ജഡ്ജി പറയേണ്ടത് നീതിയും നിയമവുമാണ്. അത് മതപണ്ഡിതന്മാർ ജഡ്ജി എന്ന് പറയുന്നത് സത്യമല്ലേ? അത് ഉത്തരേന്ത്യയിൽ നേതൃത്വം നൽകിയ മഹാനായ അബുൽ ഹസൻ അലി നദ്വി, ആ മഹാന് നേതൃത്വം നൽകി. അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ കോഴിക്കോട് മുതലക്കൊട്ട യോഗം വിളിച്ചു. സമസ്ത കേരള ജമീയത്തുൽ ഉലമാ, ശംസുൽ ഉലമാ, വിശുദ്ധിയുടെ ആൾരൂപമായ
അങ്ങനെ ഒരു പബ്ലിക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈ എവിടെ കേൾക്കണമെന്ന് വേദികളിൽ വേണമെങ്കിൽ പക്ഷേ ഇത് തല വേദനിക്കേണ്ട വിഷയമാണ്. തല പോകുമ്പോൾ തബ്ലീഗിന്റെയും ഒക്കെ പോകും. അതുകൊണ്ട് ഇത് പൊതുവിഷയമായതുകൊണ്ട് അങ്ങനെയാണ് കൂടെ ഞാൻ ഭരണഘടനയെ കുറിച്ച് പറയാം. അതായിരുന്നു സമസ്തയുടെ ചരിത്രത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഞാൻ പേര് പറയില്ല ആഗ്രഹിച്ചതാണെങ്കിലും ഇത് പൊതുജനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് പറയുകയാണ്. കാന്തപുരം റോസിലിയാർ പറഞ്ഞത് അതെ, മാനവികതയുടെ കേരള യാത്ര നടത്തി മനസ്സുകളെ ചിന്തിക്കണം. അപ്പൊ അവര് പറഞ്ഞത് വിശ്വനായ ആരാണ് ആരാണ് ഹസനി പിന്നീട് തെറ്റിക്കുന്ന അയാൾ മാറി വന്നിട്ടില്ല. ഇനി ഞാൻ അവർക്ക് വേണ്ടി കാന്തപുരം വിഭാഗത്തിന് വേണ്ടി സമ്മതിച്ചു. തബ്ലീഗുകാരനാണെങ്കിൽ തന്നെ ശംസുൽ ഉലമ അന്ന് അവിടെ ഇസ്ലാമിക നിലനിൽപ്പിന് വേണ്ടി അസ്തിത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത് ശംസുൽ ഉലമ സമസ്തയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ന് പിന്നെ എല്ലാവരും ഒപ്പം കൂട്ടും നാൽക്കവല എന്ന് പറയുന്നു. നാലാമതായി ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത് മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ഭൗതിക വിദ്യയും കുട്ടികൾക്ക് കൊടുക്കണം. സമസ്തക്കാർ പഴങ്കന്മാരാണ്. സമസ്തക്കാർ ഇംഗ്ലീഷ് ഭാഷയെ ലോകം ചെയ്യാത്തവരാണ്. മതവിദ്യ തടസ്സമില്ലാത്ത വിധം ഭൗതിക വിദ്യ പഠിപ്പിക്കണമെന്നാണ്. ഇംഗ്ലീഷ് ഭാഷയെ എതിർക്കെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പാടുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭാഷ നിരോധിക്കണമെന്നായിരുന്നു. അത് ഭാഷാവിരോധമായിരുന്നില്ല. അതൊരു സംസ്കാരത്തിനോടുള്ള തിരസ്കാരമായിരുന്നു. അതൊരു സംസ്കാരത്തോടുള്ള എതിർപ്പായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തോടുള്ള പ്രതിഷേധമായിരുന്നു. സമസ്തയുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതൊരു സംഘടനയുടെ നിലപാടായി. ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജ് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ജാർഖണ്ഡിലെ ജില്ലാ കളക്ടർ അബൂബക്കർ സിദ്ദീഖ് അതെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സക്രിയമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലാ ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. ചെറിയ പ്രവർത്തനം നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഞങ്ങൾക്ക് പറയിച്ചുകൊണ്ട് പറയുക ആരാണ് നേരിട്ട് ചോദിക്കുക. ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഒരു പൊതുവെ ധൈര്യപൂർവ്വം പറയുന്നത് ഫ്രണ്ടെന്ന് പറയുന്ന സമസ്തയുടെ നടക്കുന്ന വിദ്യാഭ്യാസ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ IAS പഠിക്കുന്നവരെ പഠന സഹായങ്ങൾ നൽകിയിട്ട് ഡൽഹിയിലെയും എറണാകുളത്തെയും മുഴുവൻ സുന്നി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഠിച്ച് അതെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ
നിങ്ങളാ ചെയ്ത ഇതങ്ങനെ പറയാറില്ല. എന്തുകൊണ്ട്? അവരൊന്ന് ഉത്തരവാദിത്തപ്പെട്ട അവരുടെ ഭൂതകാലത്തിന്റെ ചില നഷ്ടങ്ങളെ കുറിച്ച് നമ്മളെന്തിന് പൊതുവേ പറയണം? നമ്മൾ പറയുന്നു ആന്ധ്രയിൽ ഒരാൾ ജില്ലാ കളക്ടർ, കർണാടകയിൽ സബ് കളക്ടർ, SKS പ്രിയപ്പെട്ട ഈ ഞങ്ങളെയാണോ പണ്ഡിതന്മാരാക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയെ എതിർക്കുന്നു പറഞ്ഞിട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഇന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ അറിയുന്നല്ലോ സഹോദരങ്ങളെ. ഡിക്ഷണറി എന്ന് പറയുന്നത് അതിൽ 6 സമസ്തയുടെ പ്രിയപ്പെട്ട ഒരു അക്കാദമിക്കൽ ബോർഡിലെ അവരെ ഉടനെ സഹോദര നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അടുത്തതായി അടുത്ത പബ്ലിക്കേഷനിൽ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദിയെന്ന് ഇംഗ്ലീഷ് ഭാഷയുടെ ലണ്ടനിലെ ഡിക്ഷണറിയുടെ അക്കാദമിക്കൽ ബോർഡ് എന്തിനാ ഞങ്ങളെ പഴന്തന്മാരെന്ന് ഇനിയും വിളിക്കുന്നു സഹോദരങ്ങൾ? ഇനിയും വിളിക്കുന്ന എന്തിനാ സഹോദരങ്ങൾ? ഞങ്ങൾ അങ്ങനെ വലിയ വർത്തമാനം പറയാറില്ല. 10,000 മദ്രസകൾ സമസ്ത കേരള ജമിയത്തുള്ളവ നടത്തുന്നുണ്ട്. 2000 മദ്രസയാണ് കാന്തപുരം അല്ല എന്ന് ആരെങ്കിലും കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ മൈക്ക് കെട്ടിയിട്ട് 1 2 3 4 ഞങ്ങളെന്ന മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ഇപ്പോൾ 9,500 മദ്രസകൾക്കുണ്ട്. ഇത് മഞ്ചേരി അങ്ങാടിയിലെ ടൂറിസ്റ്റ് ഹോമിലെ റൂമിന് നമ്പർ ഇടുന്നത് പോലെ 500-600 കിട്ടുകയായിരുന്നു. 1 by 1 ചേളാരി ആയിരക്കണക്കിന് മസ്ജിദുകൾ, 10,000 അറബി കോളേജുകൾ, ലക്ഷക്കണക്കിന് 1 ലക്ഷത്തോളം അധ്യാപകന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന ജനസംഖ്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബൗദ്ധികമായി ആത്മീയമായി 90-100 പൂർണ്ണ വളർച്ച ഒരു മഹാപ്രസ്ഥാനമായി 90-100 സമ്മോഹനമായ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ മാർഗ്ഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു എല്ലാ മൊയ്യാമാരെയും നിങ്ങൾ അംഗീകരിക്കേണ്ട കേട്ടോ. ഇല്ല അല ഒരാലിമിന് ആരാണ് അയാൾ? 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ അവർ സംശയത്തിൽ സമസ്ത കേന്ദ്ര ഈ കാലഘട്ടം നേതൃത്വം നൽകിയ പുസ്തകത്തിനെ പോലെയില്ല, സംസുലമയെ പോലെയില്ല, പോലെയില്ല, പോലെയില്ല,
കെ.വി. മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, സി.എസ്. ഹൈദ്രോസ് ഉസ്താദിനെ പോലെയുള്ള, എം.എം. ബഷീർ ഉസ്താദിനെ പോലെയുള്ള, ആളമ്പാടി ഉസ്താദിനെ പോലെയുള്ള, അലി ഉസ്താദിനെ പോലെയുള്ള ആ സാധാരണമായ ആളുകളെ നിങ്ങൾ പരിശോധിക്കൂ. ജീവിതത്തിൽ സംശയമുണ്ടാകുന്ന നിലപാടുണ്ടായിട്ടുണ്ടോ? കച്ചവടത്തിലുണ്ടായിട്ടുണ്ടോ? സംഘടനയിലുണ്ടായിട്ടുണ്ടോ? മതകീയ വിഷയങ്ങളിലുണ്ടായിട്ടുണ്ടോ? വേറെ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവീണ വസന്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരുടെ പോസ്റ്റുകൾ പലപ്പോഴും വൈറലാകാറില്ല. നിങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരില്ല, നിങ്ങൾ നമ്മൾ അവരെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. ആ പെൺകുട്ടി 2 മാസം മുമ്പ് തന്റെ പേജിൽ, തന്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് കേരളത്തിലെ ഒരു മതസംഘടനയുടെ നേതാവിന് എന്താണ് വാചകം? ഇയാൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആളെ മനസ്സിലാവുന്നത്? സത്യമായും ഞാൻ ഒരാളെ പറഞ്ഞില്ല. നിങ്ങളെ ഫേസ്ബുക്ക് പരിശോധിക്കുന്ന കാര്യമല്ല, മുസ്ലിമല്ല, സുന്നിയല്ല, ഒരു അമുസ്ലിം സഹോദരിയ, വളരെ ലിബറലായിട്ടുണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയ, ഓൺലൈൻ എഴുത്തുകാരി. അവൾ ഒരു മുസ്ലിം മത നേതാവിനെ കുറിച്ച് എഴുതണമെന്ന് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ കമന്റ് എന്താണ്? എങ്ങനെയാണ് കാളമ്പാടി ഉസ്താദിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, ശംസുലുലമയോട് എഴുതിയിട്ടില്ല, കണ്ണിയത്തിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, കെ.വി. ഉസ്താദിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, സി.എസ്. ഹൈദ്രോസ് ഉസ്താദിനെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതി? അത് ഞാൻ എന്താന്ന് പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് വലിയ വർത്താനം 5000 വാക്കുള്ള വഴിക്ക് പറ്റിയിട്ട് മഞ്ചേരി അല്ലാതെ ശ്രദ്ധിച്ചാൽ പോരാ. വലിയ സഞ്ചാര നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ശുദ്ധമായ ഒരു ജീവിതത്തിന്റെ പിൻഗാമികളാണ് സമസ്തയുടെ അമരനായകർ. ഇത് അല്ലാഹുവിന്റെ ഇസ്ലാമിക സമൂഹം എത്ര ആദരവോടെ സമീപിക്കണം. നബിയുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അവിടെ അല്ലേ? ബോഡി പറഞ്ഞു ഇന്ത്യയിലെ കേരളത്തിലെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്. എന്നിട്ട് ഈ മാണിക്ക് കല്ലുകൾ അദ്ദേഹം യാത്ര നടത്തിയപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്തു. നാണമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റേതാണ് നിങ്ങൾ കരുതുന്നത്. ഞങ്ങളേതായാലും കരുതിയിട്ടില്ല. ഇസ്ലാമിക സമൂഹം അത് കരുതില്ല. നിങ്ങൾ കരുതി അതിനെക്കുറിച്ച് ശരീരത്തിന്റെ മാലിന്യമെന്നാണ് ഇന്ത്യയിലെ അഭിപ്രായമായ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു. ആ മനുഷ്യൻ ഒരു ജാഥ നടത്തുന്നുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തെ കാണാൻ പോയിട്ട് ഒപ്പം ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. എന്തൊരു വ്യക്തിത്വമാണ് സഹോദരങ്ങളെ, എന്തൊരു നിലപാടാണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവിലെ ആഖിറത്തിലേക്ക് നിങ്ങളെ വർദ്ധിക്കുക. സമസ്തയുടെ 4 വിശാലമാരെ നിങ്ങൾ ഈ വേദിയിൽ കൊണ്ടിരിക്കുക. പങ്കെടുത്തു. കേരളത്തിലെ മതസംഘടന നേതാക്കന്മാരെ കസേര ഇവിടെ കസേരയിൽ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് നിങ്ങളുടെ നായകനില്ല കുടിയും ഞങ്ങൾക്കത് പറയാൻ വലിച്ചു വലിയൊരു കയ്യിലൊരു കറുത്ത ഭാഗമുണ്ട്, അതൊരു ഇൻഹേലറുണ്ട്, ഒരു 10 വകയുണ്ട്, മരുന്നുകളുടെ കവറുകളുണ്ട്. അത് കുടിച്ചിട്ടുള്ളതാണ് മഹാനായ നിങ്ങളെല്ലാ നേതാക്കന്മാരും കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും എന്നിട്ട് സംഘടനയുടെ മാറി നിൽക്കട്ടെ. ഒരു പൊതുസമൂഹം അല്ലാഹുവിന്റെ റസൂലിന്റെ
എന്ന് പറഞ്ഞ 14 നൂറ്റാണ്ടുകൾ പറഞ്ഞ ഹദീസിന്റെ കുറ്റം പറയാറില്ല. നമ്മുടെ കയ്യിൽ ആപ്പിൾ നല്ലതാണെന്ന് പറയാം, ആപ്പിൾ ചീനതാണെന്ന് പറയേണ്ടത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ നിങ്ങൾ ഒബ്സർവ് ചെയ്യും, നിങ്ങൾ മാർക്ക് ആ രൂപവും രൂപമൊന്നും കുഴപ്പമില്ല. വണ്ടി നന്നായതൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, അതൊക്കെ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതൊന്നും ഒരു നാൽക്കാലിൽ പറയാൻ മാത്രം ബുദ്ധിയല്ല ഞാൻ. പക്ഷേ ചില കുട്ടികൾ വന്ന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രസംഗിക്കുക, ഞങ്ങളുടെ ഉസ്താദിന്റെ വണ്ടിയുടെ ടയർ വാങ്ങാൻ കഴിയോടെ ഞങ്ങൾക്കെന്താ ടയർ വണ്ടിയുടെ ടയർ അതുകൊണ്ട് പറയും, അതുകൊണ്ട് പറഞ്ഞു. അല്ലാതെ ഒരാൾക്ക് വണ്ടി നന്നായത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കും. അതല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാ സംഘടനയും നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന് വർത്തമാനകാലത്ത് മാറ്റി പറയാൻ ഭിന്നിപ്പിൽ നിന്ന് ശത്രുതയിൽ നിന്ന് സുൽഹിലേക്ക് നയിക്കുന്നവർ, അതെ നിഷ്കളങ്കതയിലേക്ക് നയിക്കുന്നവർ. ഈ ഹദീസിന്റെ ഓരോ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വാങ്മയ ചിത്രം പോലെ കടന്നു വരുന്നു. ഞാൻ പറഞ്ഞാൽ എന്റെ സമയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് 90 ആണ്ടുകളുടെ നവതിയുടെ ആഘോഷങ്ങളിലേക്ക് അതെ കിഴക്കിന്റെ വെനീസായ അതൊരു നിങ്ങളെ സ്നേഹപൂർവ്വമാണ്. സമ്മോഹനമായ മേളനാളിൽ വിശുദ്ധി ശാന്തികൾ ആഘോഷിക്കുമ്പോൾ ആലത്തിലേക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ വരാൻ കാരണമായ പ്രപഞ്ചത്തിലെ ഞാൻ അറിയാത്തതുമായ എല്ലാ കാരണങ്ങൾക്കും നന്ദി. ഞങ്ങളെ ശ്രമിച്ച സഹോദര സമുദായങ്ങളുടെ കൃത്യമായ അഭിവാദ്യങ്ങൾ അല്ലാഹു ഇസ്ലാമിക കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ക്രിയാത്മകമായി ഇടപെടലുമാകട്ടെ. രാജ്യത്ത് സകല മതമില്ലാത്തവർ അല്ലാഹു സമാധാനകരമായ ജീവിതം പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.